കൊട്ടിഘോഷിച്ച പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തനങ്ങൾ ഇഴയുന്നു. പ്രവർത്തനങ്ങൾ വൈകുന്നതിൽ ഉദ്യോഗസ്ഥരെ പഴിച്ച് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. കരാർ ഏറ്റെടുത്ത സ്വകാര്യ കമ്പനിക്കാണ് നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്തമെന്ന് എം.ടി. രമേശിന്റെ ന്യായീകരണം. കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് കോഴിക്കോട്ടേത്. നിർമ്മാണ കമ്പനിക്ക് താക്കീത് നൽകിയിട്ടും നവീകരണ പ്രവർത്തനം അവതാളത്തിലാവുകയാണ്. കോഴിക്കോടെത്തുന്ന പ്രധാന ബി.ജെ.പി. നേതാക്കൾ അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാട്ടി സന്ദർശിച്ച റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണമാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. നിർമ്മാണ പ്രവർത്തനത്തിന്റെ പേരിൽ യാത്രക്കാർ വലയുമ്പോഴാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട ബി.ജെ.പി. നേതാവിന്റെ പ്രതികരണം. കരാർ ഏറ്റെടുത്ത സ്വകാര്യ കമ്പനിക്കാണ് നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്തമെന്നതാണ് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് പ്രതികരിച്ചത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വികസനം എന്ന് പറയുന്നത് വലിയ വികസനമാണ്. അത് അത്ര എളുപ്പത്തിൽ തീരുന്ന വികസനമല്ല. പക്ഷേ ദ്രുതഗതിയിൽ പണി പൂർത്തിയാകുന്നുണ്ട്. നമുക്കൊരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ വികസനം പോലെ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ സമയമെടുക്കും. സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കും. അത് ഗവൺമെൻറ് ഒന്ന് മോണിറ്റർ ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് തീർക്കാൻ സർക്കാർ ശ്രമിക്കണം. സർക്കാരല്ല, ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കണം. അപ്പോൾ അതിലെന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പരിശോധിക്കണം. 450 കോടി മുടക്കിയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണ പദ്ധതിക്ക് തുടക്കമിട്ടത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ അനിശ്ചിതമായി നീളുന്നതോടെ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർക്കും അത് ദുരിതമാകുന്നു. നിർമ്മാണ പ്രവൃത്തികൾ എന്നു തീരുമെന്ന് റെയിൽവേ അധികൃതർക്കും ഇതുവരെയും കൃത്യമായ മറുപടിയില്ല. അതേ പ്രതികരണം തന്നെയാണ് എം.ടി. രമേശിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.